നമസ്കാരം. ഇ.പി. ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്നും നീക്കിയിട്ടുണ്ട്. പദവി ഒഴിയാനുള്ള താല്പര്യം അദ്ദേഹം പാർട്ടിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ചേരുന്ന സംസ്ഥാന സമിതിയിൽ പങ്കെടുക്കാതെ അദ്ദേഹം കണ്ണൂരിലെ വീട്ടിലേക്ക് പോയതോടെ തന്നെ ഇ.പി. ജയരാജനെതിരെ നടപടി ഉണ്ടാകുമെന്ന സൂചന ശക്തമായിരുന്നു. ഇ.പി. ജയരാജൻ സ്വയം രാജ്യസന്നദ്ധ അറിയിച്ചു എന്ന വാർത്തയായിരുന്നു ആദ്യം പുറത്തു വന്നത്. എന്നാൽ പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിക്കുകയായിരുന്നുവെന്ന് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മുതിർന്ന BJP നേതാവ് പ്രകാശ് ജാവേദ്കറുമായി കൂടിക്കാഴ്ച നടത്തിയ ഇ.പി. ജയരാജന്റെ നിലപാട് വലിയ വിവാദമായിരുന്നു. ഈ വിഷയം ഇന്ന് പാർട്ടി സംസ്ഥാന സമിതി ചർച്ച ചെയ്യാനിരിക്കെയാണ് അദ്ദേഹം കമ്മിറ്റിയിൽ പങ്കെടുക്കാതെ കണ്ണൂരിലേക്ക് പോയത്. സംഭവത്തെക്കുറിച്ച് ചോദിച്ച മാധ്യമ പ്രവർത്തകരോട് എല്ലാം നടക്കട്ടെ എന്ന് മാത്രമാണ് ഇ.പി. പ്രതികരിച്ചത്. ഇന്നലെ ചേർന്ന പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തന്നെ ഇ.പിക്കെതിരായി നടപടിയെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഇതോടെയാണ് ഇന്നത്തെ സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുക്കാതെ അദ്ദേഹം കണ്ണൂരിലേക്ക് പോയത്. കേന്ദ്ര കമ്മിറ്റി അംഗമായതിനാൽ ഇ.പിക്കെതിരെ നടപടിയെടുക്കാനുള്ള അധികാരം കേന്ദ്ര കമ്മിറ്റിക്കാണ്. സംസ്ഥാന സമിതിക്ക് നടപടി നിർദ്ദേശിക്കാനാകും. ഇ.പി. ജയരാജനെ പുറത്താക്കിയതോടെ അദ്ദേഹത്തിന് പകരക്കാരനായി ആര് എത്തുമെന്ന ചോദ്യം ഉയരുന്നുണ്ട്. പേരാമ്പ്ര MLA-യും മുൻ മന്ത്രിയുമായ TP രാമകൃഷ്ണൻ ഈ സ്ഥാനത്തേക്ക് വരുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന സൂചന. LDF കൺവീനർ സ്ഥാനം ഒഴിയാൻ സന്നദ്ധനാണെന്ന് പാർട്ടി നേതൃത്വത്തെ ഇ.പി. ജയരാജൻ അറിയിച്ചെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ കൺവീനർ സ്ഥാനം ഒഴിയുന്നത് സംബന്ധിച്ച് തനിക്ക് വിവരം ഒന്നുമില്ലെന്നായിരുന്നു മാധ്യമ പ്രവർത്തകരോടുള്ള ഇ.പി. ജയരാജന്റെ പ്രതികരണം. ഇന്ന് തിരുവനന്തപുരത്തില്ലെന്നും കണ്ണൂരിൽ ചില പരിപാടികൾ ഉണ്ടെന്നും ഇ.പി. ജയരാജൻ പറഞ്ഞിരുന്നു. എല്ലാം നടക്കട്ടെ എന്ന് മാത്രമായിരുന്നു രാജി സംബന്ധിച്ച് ചോദ്യത്തിന് ഇ.പി. ജയരാജൻ നടത്തിയ പ്രതികരണം. BJP പ്രവേശനത്തിൽ ഇ.പി. ജയരാജനുമായി 3 വട്ടം ചർച്ച നടത്തിയെന്ന് ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തൽ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ജാവേദ്കറുമായുള്ള കൂടിക്കാഴ്ചയുടെ വിവരവും പുറത്തറിയുന്നത്. പ്രകാശ് ജാവേദ്കറുമായി നടന്നത് രാഷ്ട്രീയ കൂടിക്കാഴ്ച ആയിരുന്നില്ലെന്നും അദ്ദേഹം ഒരു ദിവസം വീട്ടിലേക്ക് വരികയായിരുന്നുവെന്നും അതിനാലാണ് പാർട്ടിയെ അറിയിക്കാത്തത് എന്നുമായിരുന്നു ഇ.പി. ജയരാജന്റെ വിശദീകരണം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.